അവന്തികയുടെ പിന്നാലെ നടന്ന് അങ്ങേരുടെ ജീവൻ പോയി. ഞങ്ങൾ ഈ അവസ്ഥയിലുമായി. എനിക്കിപ്പോ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ മാത്രമേ പറ്റൂ. എന്റെ സച്ചേട്ടന്റെ കുടുംബത്തിന്റെ ഒക്കെ അവസ്ഥ നേരിട്ട് കണ്ടപ്പോ എന്റെ ഹൃദയം നുറുങ്ങി പോവാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ സച്ചേട്ടനെ ഇനിയും ദ്രോഹിക്കാൻ എനിക്ക് വയ്യ. സച്ചിയെ ദ്രോഹിക്കണമെന്നോ അർച്ചന തിരിച്ചു പോണ്ടെന്നോ ആരും പറയുന്നില്ല. പക്ഷേ അതിനൊരു സാവകാശം ഗോകുലിന് കൊടുത്തേ പറ്റൂ. ഇത് ഞാൻ മുമ്പും സമൃദ്ധയോട് പറഞ്ഞതാണ്. സത്യത്തിൽ ഗോകുൽ ഇപ്പോൾ ഏത് അവസ്ഥയിലാണുള്ളതെന്ന് ഭാര്യയായിട്ട് ജീവിക്കുന്ന സമൃദ്ധയ്ക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. അയാൾക്ക് ഉറക്കമില്ല, ഉറങ്ങാൻ വേണ്ടി മരുന്ന് കഴിക്കുന്നു, മാനസിക നില നേരെ നിൽക്കുന്നില്ല, അതിനുവേണ്ടി തെറാപ്പി ചെയ്യുന്നു. സമൃദ്ധയുടെയും മോളുടെയും മുന്നിൽ സന്തോഷം അഭിനയിക്കുമ്പോഴും ഗോകുൽ തകർന്നുകൊണ്ടിരിക്കുക. കോടതിയിലും കേസിലും ഒന്നും ശ്രദ്ധിക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. സമൃദ്ധ എന്നല്ല, ആരെയൊന്നും അറിയിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷം സമൃദ്ധയെ ഗോകുൽ സംരക്ഷിച്ചു. എന്നിട്ടും ഗോകുൽ ആഗ്രഹിച്ചതുപോലെ സമൃദ്ധ അയാളുടെ ഭാര്യയായില്ല. അതിലയാൾക്ക് കടുത്ത നിരാശയുണ്ട്. സമൃദ്ധയൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര മാന്യതയോടെയാണ് ഈ 10 വർഷം അയാൾ സമൃദ്ധയോട് പെരുമാറിയത്. ഒരിക്കലെങ്കിലും മോശമായിട്ടുള്ളൊരു പെരുമാറ്റം ഗോകുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷം സച്ചി സമൃദ്ധയുടെ ഓർമ്മയിൽ ജീവിച്ചപ്പോ ഗോകുൽ സമൃദ്ധയോടൊപ്പം ജീവിച്ചു. ഇതിൽ ആരുടെ ദുഃഖമാണ് വലുത്? എനിക്കറിയില്ല രാജീവ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പോയേ പറ്റൂ. പൊയ്ക്കോ, പക്ഷേ അവന്തികയെ പൂട്ടണം. അല്ലാതെ സച്ചിയുടെ കൂടെ ജീവിക്കാൻ അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം? സമൃദ്ധ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം എന്റെ കയ്യിലുണ്ട്. അവന്തികയെ പൂട്ടാൻ കാത്തിരിക്കുന്ന 2 പേരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സമൃദ്ധ പറഞ്ഞില്ലേ അവന്തികയുടെ അമ്മാവിന്റെ ബന്ധുക്കളുടെ കാര്യം? അവരെ ഞാൻ കണ്ടുപിടിച്ചു. അവന്തിയെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കാൻ അവര് നമ്മളെ കൂടെ നിൽക്കും. അതുവരെ സച്ചിക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. അതിനിടയിൽ ഗോകുലിനെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. അത് കഴിഞ്ഞ് മാത്രമേ സമൃദ്ധ ഇവിടുന്ന് പോകാവൂ. എങ്കിലേ സമൃദ്ധയ്ക്ക് സച്ചിയോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ഒരു സഹോദരന്റെ സ്ഥാനത്തുനിന്ന് പറയുകയാണ്. സച്ചിയുടെയും ഗോകുലിന്റെയും ജീവിതം തകരാതെ സംരക്ഷിക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. സമൃദ്ധ എനിക്ക് വാക്കേറണം. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. എന്തൊക്കെ സംഭവിച്ചാലും ഗോകുലിന്റെ ജീവിതം തകരാൻ ഞാൻ സമ്മതിക്കില്ല. വരുന്നു. ആ അമ്മ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുക. എന്താ മോളെ? അമ്മയുടെ നീക്കിയിരിപ്പ് എന്തേലും ഉണ്ടോ? ഒരു 100 രൂപ എടുക്കാൻ. മോളെ അത് പിന്നെ മനസ്സിലായി.
ലീലാവതി വിഷമിക്കണ്ട. നമ്മുടെ വിഷമങ്ങളൊക്കെ മാറും. എനിക്കൊരു ജോലി കിട്ടിക്കോട്ടെ. ഉം. ഇന്റർവ്യൂ കടികെട്ടിയാവാതിരിക്കാൻ പ്രാർത്ഥിക്കണേ. ഞാൻ ഇറങ്ങാം അമ്മേ. മോളെ, എന്താ അമ്മേ? അച്ഛൻ്റെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് വേണം പോവാൻ. ഉം. മരിച്ചുപോയ അനിരുദ്ധന്റെ വീടുതല്ലേ? അതെ. എന്താ കാര്യം? ഞങ്ങൾ കുറച്ച് ദൂരെന്നാ. ഇത് സമൃദ്ധ. ഞാൻ രാജീവ്. പോലീസിലാ ജോലി. എന്താ സാറേ കാര്യം? അങ്ങേര് ചത്തേന്റെ വല്ല അന്വേഷണമാണോ? അതൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അകത്തേക്ക് ഇരിക്കാം. അവന്തികയുടെ പിന്നാലെ നടന്ന് അങ്ങേരുടെ ജീവൻ പോയി. ഞങ്ങൾ ഈ അവസ്ഥയിലുമായി. നിങ്ങളിരിക്കെ, മോളിരിക്കെ. പാലില്ല, കട്ടന. കാഞ്ചന എന്ത് ചെയ്യുന്നു? MBA കഴിഞ്ഞു. ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. ഇവൾക്കൊരു ജോലി കിട്ടിയാലേ ഞങ്ങൾ ഇനി രക്ഷപ്പെടൂ. നിങ്ങൾക്ക് ഗുണമുള്ളൊരു കാര്യമായിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. അനിരുദ്ധന്റെ മരണത്തെ പറ്റി പിന്നീട് പോലീസ് അന്വേഷണം നടന്നില്ലേ? നിങ്ങളെന്താ പരാതിയൊന്നും കൊടുക്കാതിരുന്നത്? പരാതിയൊക്കെ കൊടുത്തു സാറേ. 1-2 തവണ പോലീസ് വരികയൊക്കെ ചെയ്തു. അതോടെ എല്ലാം തീർന്നു. അവന്തിക നിങ്ങളുടെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചു വരികയോ സഹായിക്കുകയൊന്നും ചെയ്തില്ലേ? ഇല്ല. അനിരുദ്ധേട്ടൻ മരിച്ചിട്ട് പോലും അവന്തിക ഈ വഴിക്ക് വന്നിട്ടില്ല.